മല ഇട്ട് കഴിഞ്ഞാൽ അവൻ അയ്യപ്പനായി മാറുകയാണ്. അവനെ സംരക്ഷിക്കേണ്ട ചുമതലയും ദൗത്യവും എല്ലാം ഭഗവാൻ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ശബരിമലയിൽ ഇരിക്കുന്ന സമയത്ത്? അയ്യനെ പാത്താച്ചാ എപ്പടി அப்பா ஒண்ணுமே சொல்ல முடியாது. மூர்த்தி இவ்வளவு சின்னதா இருக்கு, அப்பா அவரோட கீர்த்தி எவ்வளவு பெருசாயிருக்கு, சொல்ல முடியாது. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നീ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അത് നിന്നിൽ തന്നെയുണ്ട്. ശ്രുതജനപ്രിയം എന്ന് പറഞ്ഞ് നമ്മൾ പാടിയ അഷ്ടകത്തിന്റെ അവസാനത്തെ വരി പാടുമ്പോൾ തീർച്ചയായിട്ടും പാടുന്ന മേൽശാന്തിയും ഒരു പകുതി ഉറങ്ങിയിട്ടുണ്ട്. അങ്ങയുടെ ജീവിതത്തിലെ ഏതൊരു നിമിഷത്തിലാണ് ഇത്തരത്തിൽ അയ്യൻ മുന്നിൽ നിന്ന് കൈപിടിച്ചു? ഇപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ. നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്കറിയാമെങ്കിൽ നിന്നെ പരിപാലിക്കാൻ, നിന്നെ സംരക്ഷിക്കാൻ ഞാനില്ലേ നിന്നോടൊപ്പം? വല്ലാത്തൊരു അത്ഭുതം. മറ്റാരുമായിരുന്നില്ല, അതെന്റെ പൊന്നുതമ്പുരാനായിരുന്നു, അയ്യപ്പസ്വാമി സാക്ഷാൽ മണികണ്ഠനായിരുന്നു എന്നെനിക്ക് ബോധിച്ചു. കളങ്കമായി ഭഗവാനെ സേവിച്ചാൽ, ആത്മസമർപ്പണത്തോടെ അദ്ദേഹത്തെ ഭജിച്ചാൽ അത് പരിപൂർണ ഫലപ്രാപ്തിയിൽ എത്തുമെന്നുള്ളതാണ്. ഈ ഒരു വർഷ കാലയളവ് അവിടെ അയ്യനൊപ്പം അത്രയും അടുത്ത് ചെലവഴിച്ചിട്ട് അവിടുന്ന് പടിയിറങ്ങുന്ന ഒരു നിമിഷമുണ്ട്. നിറഞ്ഞ കണ്ണുകളോടെ മാത്രമേ എല്ലാമായിരുന്ന എൻ്റെ പൊന്നു മണികണ്ഠനെ ആ കാട്ടിൽ ഉപേക്ഷിച്ച് പോകണമല്ലോ എന്നുള്ളത് ചിന്തിച്ചപ്പോൾ മനസ്സ് തകർന്നുപോയി.